സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ധനലക്ഷ്മിയുടെ വായടപ്പിക്കുന്ന നല്ല ഉഗ്രൻ മറുപടി കൊടുത്തിട്ട് കൺമണി അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീട് റൂമിൽ കയറി വിഷമിച്ചിരിക്കുമ്പോൾ ഗോകുല് വന്നിട്ട് പറയുന്നുണ്ട്, അപ്പയുണ്ടല്ലോ അമ്മയോട് അങ്ങനെ പ്രതികരിച്ചത് വളരെ നന്നായി. എന്നാലും ക്രിഷ് സാറിന്റെ മുമ്പിൽ വെച്ച് ഏട്ടത്തി ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. തല്ലും വഴക്കും ഒക്കെയുള്ള വീടാണെന്ന് ക്രിഷ് സാറ് വിചാരിച്ചു കാണില്ല. ഇപ്പോ എനിക്ക് അതോർത്താണ് വിഷമം. മാത്രമല്ല സാറിനെ ആക്ഷേപിച്ചുകൊണ്ട് ഏട്ടത്തി ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ അങ്ങനെയൊക്കെ പറഞ്ഞത് ഒരു കണക്കിന് നന്നായെന്നാണ് കേട്ടോ ഗോകുൽ അഭിപ്രായപ്പെടുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ക്രിഷ് സാറ് നേരിട്ട് കണ്ടല്ലോ. എല്ലാം മനസ്സിലാക്കിയിട്ടാണല്ലോ സാർ അപ്പയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. മാത്രമല്ല ഇന്ന് രാവിലെ അപ്പയെ ക്രിഷ് സാറ് ഇവിടെ കൊണ്ട് വിടണമെങ്കിലേ രാത്രി സാറ് ഓഫീസിലുണ്ടായി കാണുമല്ലേ. അപ്പൊ ഒറ്റയ്ക്കായതുകൊണ്ട് കൂട്ടിരിക്കാൻ വന്നതാണോ ക്രിഷ് സാറ്? അതൊന്നും എനിക്ക് അറിഞ്ഞുവിടുന്നു. പക്ഷെ ഞാൻ കാരണമാണ് ക്രിഷ് സാറിന് രാത്രിയിൽ ഓഫീസിൽ ഇരിക്കേണ്ടി വന്നത്. എന്തായാലും അത് കേൾക്കുമ്പോൾ ഗോകുലിന് സന്തോഷമാവുന്നുണ്ട്. അപ്പയ്ക്ക് കാവലായിട്ടല്ലേ ക്രിഷ് സാർ ഇരുന്നത്. പിന്നീട് കൺമണിയോട് രാത്രി ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഗോകുല്. ഫുഡ് എനിക്ക് വേണ്ടായിരുന്നെന്നും ഞാൻ കോഫി മാത്രമേ കുടിച്ചുള്ളൂ എന്നും കൺമണി അറിയിക്കുന്നുണ്ട്. അത് ക്രിഷ് സാർ ഇട്ട് തന്നാണോ എന്ന് ഗോകുല് ചോദിക്കുമ്പോ അങ്ങനെയും പറയാം എന്ന് മറുപടി കൊടുക്കുകയാണ്. ക്രിഷ് സാറിനെ ഞാൻ കോഫി ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചു. ഇതെല്ലാം കേൾക്കുന്നതും ഗോകുല് പറയാണ്, അപ്പേ ഞാനിതൊക്കെ നേരത്തെ കൂട്ടി പറഞ്ഞതല്ലേ. അപ്പ ഒറ്റയ്ക്കായി പോവില്ല, വിശന്നിരിക്കേണ്ടി വരില്ല, എല്ലാം കൃത്യമായിട്ടല്ലേ സംഭവിക്കുന്നത്. അല്ല ഇനിയിപ്പോ അപ്പയുടെ ഉദ്ദേശം എന്താ? എനിക്കൊരു ഉദ്ദേശമില്ലെന്ന് കൺമണി പറഞ്ഞപ്പോ ക്രിഷ് സാറിന്റെ ഉദ്ദേശം എന്താന്ന് ഗോകുൽ ചോദിക്കുമ്പോ അതെനിക്ക് എങ്ങനെ അറിയാനാ? അത് ക്രിഷ് സാറിന് മാത്രമേ അറിയൂ. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, വരുണിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തീരുമാനിച്ചു. ക്രിഷ് സാറിനെ താലി കെട്ടിയ കാര്യം. ഇത് കേൾക്കുന്നതും ഗോകുലിനാകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്നാൽ കൺമണി പറയും, താൻ ഇനിയും അത് മറച്ചു വെക്കുന്നത് ശരിയല്ല. അത് മറച്ചു വെക്കുന്നത് പലരോടും ചെയ്യുന്ന വഞ്ചന കൂടെയാണ്. എന്നാൽ ഗോകുൽ ഉപദേശിക്കും കേട്ടോ, ആ സൈക്കോ വരുൺ ചേട്ടനോടാണോ ഇക്കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്? ക്രിഷ് സാറിന്റെ വീട്ടിൽ മുഖം മൂടി വെച്ച് അതിക്രമിക്കാൻ കയറിയ ആളോടാണോ ഇങ്ങനെ തുറന്നു പറയാൻ നിൽക്കുന്നത്? അതൊന്നും കാര്യമില്ല. പറഞ്ഞാലും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളോട് വേണം ഇതെല്ലാം തുറന്നു പറയേണ്ടത്. അപ്പയ്ക്ക് തുറന്നു പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ക്രിഷ് സാറിനോട് വേണം തുറന്നു പറയാൻ. അപ്പ മനസ്സിലുള്ളത് മുഴുവൻ ക്രിഷ് സാറിനോട് തുറന്നു പറയണം. ക്രിഷ് സാറ് കൃത്യമായിട്ടൊരു പരിഹാരം കണ്ടെത്തി തരും. എന്നാൽ ഈ സമയത്ത് കഴിഞ്ഞ ദിവസം രാത്രി ഇക്കാര്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയതും ക്രിഷ് ഉറങ്ങിപ്പോയ കാര്യങ്ങളെല്ലാം കൺമണി ഓർക്കുന്നുണ്ട്. അക്കാര്യം ഗോകുലിനോടും പറയുകയാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങിയപ്പോഴേ പോത്തുപോലെ കൂർക്കം വലിച്ചുറങ്ങിയ ആളാണ് ഈ ക്രിഷ് സാറ്. എന്തായാലും നീ ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി, ഞാൻ പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞ് കൺമണി പോകാൻ തുടങ്ങുന്നതും എന്ത് വന്നാലേ ക്രിഷ് സാറിനെ അപ്പൊ കല്യാണം കഴിച്ചാൽ മതി, ശരി ഉത്തരവ് എന്നിങ്ങനെ പറയുകയാണ് കൺമണി. പിന്നീട് കൺമണി കുളിക്കാൻ പോകുന്നതിനിടയിൽ അമ്മായിമാര് കൺമണിയെ വിളിക്കുന്നുണ്ട്. ശാന്ത പറയുന്നുണ്ട്, ഞങ്ങള് ധനലക്ഷ്മിയെ വെറുപ്പിച്ചുകൊണ്ടാണ് നിന്റെ ഭാഗത്ത് നിൽക്കുന്നത് എന്ന് നിനക്കും അറിയാലോ. നീ ഒരു നല്ല നിലയിൽ എത്തുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ധനലക്ഷ്മിയുടെ നല്ലൊരു ഓഫർ പോലും വേണ്ടാന്ന് വെച്ച് നിന്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ കൺമണി പറയുന്നുണ്ട്, അമ്മായിമാരെന്നെ ഇഷ്ടപ്പെടുന്നതിലും സ്നേഹിക്കുന്നതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ ഒരു നല്ല നേട്ടം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് എന്നെ കരുതി വേണ്ടാന്ന് വെക്കരുത്. എന്നാൽ സുലോചന പറയും, കൺമണി നീ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിന്റെ വരവും പോക്കും ഒക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും. കാര്യങ്ങൾക്കൊക്കെ ഒരു ചിട്ടയും വ്യവസ്ഥയും ഒക്കെ വേണം. ഉടനെ കൺമണി ചോദിക്കുന്നുണ്ട്, ഞാൻ ചിട്ടയും വ്യവസ്ഥയും ഒക്കെ തെറ്റിച്ച് അങ്ങനെ നടക്കാറില്ലല്ലോ അമ്മായിമാരെ. പക്ഷെ അമ്മായിമാര് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി ഓഫീസിൽ എന്തായിരുന്നു ഇത്ര വലിയ ജോലി കൂടുതൽ? എനിക്ക് ഇന്നലെ ഓവർ ടൈം ആയിരുന്നു കൺമണി മറുപടി കൊടുക്കുമ്പോൾ, ഞങ്ങളും ആ ഓഫീസിൽ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്, ഞങ്ങൾ അറിയാത്ത എന്തോ ഓവർ ടൈമാ നിനക്ക് അവിടെ ഉള്ളത്? ഇന്നലെ മാനസ മേഡം വന്നത് അമ്മായിമാരും കണ്ടതല്ലേ. എന്തോ കരുതി കൂടി വാശി കാണിക്കുന്നത് പോലെ എന്നോട് കുറെ വർക്കുകൾ ചെയ്യണമെന്ന് പറഞ്ഞു തന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാനസ മേഡത്തിനെ വിളിച്ച് ചോദിച്ചോ. ഉടനെ ശാന്ത ചോദിക്കുന്നുണ്ട്, അപ്പൊ നീ രാത്രി അവിടെ ഒറ്റയ്ക്കായിരുന്നോ അതോ ആരെങ്കിലും കൂട്ടുണ്ടായിരുന്നോ? എന്നാൽ ഇത് കേട്ടുകൊണ്ട് വരുന്ന ഗോകുൽ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, കൂടെയുള്ള ഒരാളുണ്ടായിരുന്നു, ക്രിഷ് സാറ്. ഇത് കേൾക്കുന്നത് അന്തം വിട്ടു പോകുന്നുണ്ട് അമ്മായിമാറ്. സുലോചനയൊക്കെ വിശ്വസിക്കാനാവാതെ വീണ്ടും ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി കൺമണിക്ക് കൂട്ടായിട്ട് ക്രിഷ് സാർ ഉണ്ടായിരുന്നെന്നോ? എന്നിട്ട് ആവേശത്തോടെ കൺമണിയോട് ചോദിക്കാണ് കേട്ടോ, എന്നിട്ട് എന്താ പിന്നീട് ഉണ്ടായത്? കൺമണി പറയും, എന്തു സംഭവിക്കാൻ, ഇന്നലെ മാനസമയുടെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ഞാൻ ചെയ്തു തീർത്തു, അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ വേറൊന്നും നടന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് കുളിക്കാനായിട്ട് പോകുകയാണ്. പക്ഷെ കൺമണിയെ വിടുന്ന ലക്ഷണമില്ല അമ്മായിമാര്. പിന്നെയും അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട്, അങ്ങനെ നീ പോവല്ലേ മോളെ, പറ ഞങ്ങൾ കേൾക്കട്ടെ, എന്താ ഇന്നലെ സംഭവിച്ചേ? കൺമണി വീണ്ടും പറയും, ഇത് വലിയ കഷ്ടമായല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ എന്റെ ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു, അത്രേ ഉണ്ടായുള്ളൂ. പക്ഷേ അമ്മായിമാരതൊന്നും വിശ്വസിച്ചിട്ടില്ല. ശാന്തയൊക്കെ പറയുന്നുണ്ട്, ഇതൊരുമാതിരി കൊതിപ്പിച്ചിട്ട് പോകുന്ന പോലെ ആയിപ്പോയല്ലോ. അപ്പൊ ഗോകുല് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് പിന്നെ അപ്പയ്ക്ക് നാണോ ആയതുകൊണ്ട് അപ്പച്ചിമാരെ, അപ്പയ്ക്ക് നാണോ? അത് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാൻ പറ്റുമോ? ഒരു ഒതുക്കത്തിലൊക്കെ വേണ്ട ചോദിക്കാൻ. സുലോചന ചോദിക്കുന്നുണ്ട് ഗോകുലിനോട്, എടാ നീ എന്തെങ്കിലും അറിഞ്ഞോ? എങ്കിലേ നീ ഒതുക്കത്തിലൊന്ന് പറ,
പറയടാ. അപ്പൊ ഗോകുൽ അവർക്ക് പറഞ്ഞു കൊടുക്കാണ് ഇന്ന് രാവിലെ വരെ അപ്പൊ ഓഫീസിലുണ്ടായിരുന്നു. കൃഷ് സാറും കൺമണിയോ അപ്പയ്ക്ക് കാവലായിട്ട് അവിടെ ഉണ്ടായിരുന്നു. വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണിനെ ഏതെങ്കിലും ഒരാൾ ഒറ്റയ്ക്കാക്കുവോ? ഇല്ല. അപ്പയ്ക്ക് സമയാസമയം ആഹാരം കൊടുത്ത് കാപ്പി ഇട്ട് കൊടുത്ത് അങ്ങനെ അങ്ങനെ പലതും. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അമ്മായിമാര് പലതും മനസ്സിൽ സങ്കല്പിച്ചു കൂട്ടുന്നുണ്ട്. ഗോകുല് ചോദിക്കുന്നുണ്ട്, അപ്പോ അമ്മായിമാരെന്താ ആലോചിക്കുന്നേ? അത് പിന്നെ ഞങ്ങളെല്ലാം ഭാവനയിൽ കാണുമായിരുന്നടാ. ഇന്ന് നേരം വെളുക്കുന്നവരെ ഓഫീസിലായിരുന്നു. എന്നിട്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോ ഇന്ന് രാവിലെ കൃഷ് സാറാണ് അപ്പ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കിയത്. അങ്ങനെ ഗോകുല് പറഞ്ഞപ്പോ അമ്മായിമാർക്ക് അതും ആശ്ചര്യം ഉണ്ടാക്കുന്നുണ്ട്. അവസാനം ഗോകുൽ അടിവര ഇട്ടുകൊണ്ട് പറയുകയാണ്, എന്തായാലും അപ്പ കൃഷ് സാറിനുള്ളതാണെന്ന് ഉറപ്പായി. ഇനിയാണ് നമ്മുടെ പ്രധാന ഡ്യൂട്ടി വരുൺ ചേട്ടനും അപ്പയുമായിട്ടുള്ള കല്യാണം എന്നേക്കുമായിട്ട് കലക്കണം. അത് കേൾക്കുന്ന ശാന്ത ചോദിക്കുന്നുണ്ട്, കൃഷ് സാറിന് കൺമണി ഇത്ര ഇഷ്ടമാണെങ്കിൽ കൃഷ് സാറ് തന്നെ കല്യാണം കലക്കില്ലേടാ? കൃഷ് സാറിനോട് പറഞ്ഞാ പോരെ? അയ്യേ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അലിഗയുടെ എംഡിയോട് കല്യാണം കലക്കാൻ പറയാനോ? ഇങ്ങനെയുള്ള ചീള് കേസിലൊന്നും സാറിനെ ഇടപെടുത്തിക്കരുത്. അത് ശരിയാണെന്ന് അപ്പൊ തോന്നുന്നുണ്ട് അമ്മായിമാർക്കും. തുടർന്ന് ഗോകുല് പറയുന്നുണ്ട്, ഇപ്പൊ അപ്പച്ചിമാർ ഇടപെട്ടാണ് കല്യാണം കലക്കുന്നതെന്നിരിക്കട്ടെ, ആ വിവരം കൃഷ് സാർ അറിയുന്നു. സാറിന് അപ്പച്ചിമാരോടുള്ള മതിപ്പ് പിന്നെ എന്തായിരിക്കും? കൃഷ് സാറിന്റെ ആളായിരിക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അപ്പച്ചിമാര് മനസ്സിലൊന്ന് ആഗ്രഹിച്ചാൽ മതി, സാർ അത് സാധിച്ചു തരും. എന്തായാലും ഈ കല്യാണം കലക്കാനുള്ള വഴിയെ അപ്പച്ചിമാര് മനസ്സിരുത്തി ഒന്ന് ആലോചിക്കും എന്നും പറഞ്ഞ് ഗോകുല് പോകുമ്പോ തങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഈ നേട്ടം കണക്കിലെടുത്ത് അമ്മായിമാരാണെങ്കിലും ഈ കല്യാണം ഏത് വിധേനയും കലക്കാൻ തന്നെ തീരുമാനമെടുക്കുകയാണ്. പിന്നീട് വൈകിയില്ല, അമ്മായിമാര് മൂന്നും കൂടെ ശ്രീനിയുടെ അടുത്ത് ചെന്നിട്ട് അവര് പറയുകയാണ്, ഞങ്ങളുടെ അനന്തരവളുടെ കാര്യം പറയാനാണ് വന്നത്. എന്തായാലും നമ്മൾ മാത്രം പോരെ, ഈ സമയത്ത് മനോജും കൂടെ വേണം. അതുകൊണ്ട് മനോജിനെ വിളിച്ചു വരുത്തുകയാണ് അവിടേക്ക്. മനോജ് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മായിമാരെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭാമ ചോദിക്കും, എടാ മനോജ്, നീയും ആ ലക്ഷ്മിയും കൂടെ വരുണിന്റെ വീട്ടിൽ പോയിട്ട് അവളുടെ കല്യാണം ഉറപ്പിച്ചത് എന്തിനാടാ? മനോജ് പറയും, അത് പിന്നെ നിശ്ചയം കഴിഞ്ഞതല്ലേ, കല്യാണം നടത്തിയല്ലേ പറ്റൂ. നിശ്ചയം നടന്നെന്ന് വെച്ച് കല്യാണം നടത്തണമെന്ന് നിർബന്ധമുണ്ടോ? ആ വരുണിന്റെ സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ടാ, സൈക്കോയാണ്, നല്ല ഒന്നാന്തരം സൈക്കോ. ഭാമയും പറയും, വിരലില് മോതിരം ഇട്ട് പോയി എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു കുഴപ്പക്കാരനെ ആ പാവം പിടിച്ച പെണ്ണിന്റെ തലയിൽ കെട്ടിവെക്കുകയാണോ നീ? ഇത് കല്യാണം നടത്തലല്ല ശാന്തേ, ബാധയൊഴിപ്പിക്കൽ. കൺമണി കല്യാണപ്രായം എത്തി നിൽക്കുകയല്ലേ, അപ്പോ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കണം. കുഴപ്പക്കാരനാണെങ്കിൽ കുഴപ്പക്കാരൻ, കുടിയനെങ്കിൽ കുടിയൻ. ശിഷ്ടകാലം അവള് മാത്രം അനുഭവിച്ചോളുമല്ലോ, വീട്ടിൽ നിന്ന് ആളങ്ങ് ഒഴിവായി കിട്ടുമല്ലോ എന്നൊക്കെ മനോജിനെ നോക്കിക്കൊണ്ട് ഭാമ കുത്തി പറയുന്നുണ്ട്. സുലോചനയാണെങ്കിലും മനോജിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ശ്രീനിയോട് ചോദിക്കുകയാണ്, ഏട്ടാ കൺമണി ഇവന്റെ കൂടപ്പറപ്പ് തന്നെയാണോ? ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ട് ധനലക്ഷ്മി അങ്ങോട്ട് എത്തുന്നുണ്ട്. ശേഷം ധനലക്ഷ്മിയും കൂടെ കുറ്റപ്പെടുത്താൻ തുടങ്ങുകയാണ് അമ്മായിമാര്. ആരോട് ചോദിച്ചിട്ടാ നീയും മനോജും കൂടി വരുണിന്റെ വീട്ടിൽ പോയിട്ട് കല്യാണം ഉറപ്പിച്ചതെന്ന് അമ്മായിമാര് ചോദിക്കുമ്പോ അതിനി ആരോടാ ചോദിക്കേണ്ടത് എന്ന് ധനലക്ഷ്മി ചോദിക്കുമ്പോ ഞങ്ങളോട് ചോദിക്കണമായിരുന്നു, അവളുടെ അമ്മായിമാരാണ് ഞങ്ങളോട് അനുവാദം വാങ്ങിക്കണം. ഇതിനിടയ്ക്ക് മനോജ് പറയുന്നുണ്ട്, അമ്മായിമാരെ കാര്യങ്ങളൊക്കെ ഒരുവിധം സോൾവ് ആയിട്ട് വരിക, അതിനിടയിൽ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കല്ലേ. ശ്രീനിയാണെങ്കിലും അവരോട് പറയുന്നുണ്ട് വെറുതെ ഒരു തർക്കത്തിന് നിൽക്കണ്ടെന്ന്. എന്നാൽ അമ്മായിമാര് പറയും, വല്ലോർക്കും വേണ്ടിയല്ല, ശ്രീനിയേട്ടന്റെ മോൾക്ക് വേണ്ടി തന്നെയാ ഞങ്ങൾ ഈ വഴക്കൊക്കെ ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് അവളെ കൈവിട്ട് കളയാൻ പറ്റില്ല. എന്തായാലും അമ്മായിമാർ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് ഉറപ്പാകുന്നതോടെ ധനലക്ഷ്മി അവരോട് പറയുന്നുണ്ട്, എന്നാലേ നിങ്ങളൊരു കാര്യം ചെയ്യും, വരുൺ ഇങ്ങോട്ട് തന്ന 101 പവനും 10 ലക്ഷം രൂപയും നിങ്ങൾ തന്നെ അങ്ങോട്ട് തിരിച്ചു കൊടുക്ക്. എന്നാൽ ധനലക്ഷ്മിയുടെ ഈ വാക്കുകൾ കേട്ട് നല്ല ചുട്ട മറുപടി തന്നെ അമ്മായിമാര് കൊടുക്കുന്നുണ്ട്. കൺമണിക്ക് കിട്ടിയ പണവും ഒക്കെ അടിച്ചു മാറ്റിയിട്ട് അത് ഞങ്ങൾ കൊടുക്കണമെന്നോ? സ്വർണം പലിശയ്ക്ക് കൊടുക്കാൻ ബാങ്കുകാരുമായിട്ട് സംസാരിച്ചതൊക്കെ ഞങ്ങൾ അറിഞ്ഞടി. ഒരു കാര്യം കേട്ടോ, സ്വർണം ഏത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും ഞങ്ങൾ അത് തുറന്ന് തന്നെ തിരിച്ചെടുത്തിരിക്കും. ധനലക്ഷ്മിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്റെ ആളായിട്ട് ഇവിടെ കഴിഞ്ഞിട്ട് ഇപ്പൊ എന്നോട് ദേഷ്യപ്പെടുന്നോ? ഇത് വലിയൊരു വഴക്കാകുമെന്ന് മനസ്സിലാക്കുന്ന മനോജ് ധനലക്ഷ്മിയോട് അകത്തേക്ക് ചെല്ലാൻ പറയുന്നുണ്ട്. എന്നാൽ എന്നെ അല്ല അടക്കി നിർത്തേണ്ടതെന്നും ഇവരെയാണെന്നും പറയേണ്ടത് മുഴുവൻ ഇവരുടെ മുഖത്തേക്ക് നോക്കി പറയാനും മനോജിനോട് കൽപ്പിക്കുന്നുണ്ട് കേട്ടോ ധനലക്ഷ്മി. എന്തായാലും ഈ വഴക്കും ബഹളവും എല്ലാം കേട്ടുകൊണ്ട് കൺമണിയും അങ്ങോട്ട് വരുന്നുണ്ട്. കൺമണി അങ്ങോട്ട് വന്നതും കൺമണിയെ പറ്റി അനാവശ്യം പറഞ്ഞു തുടങ്ങുകയാണ് ധനലക്ഷ്മി. എന്നാൽ അതിനും അമ്മായിമാരുടെ നിന്ന് കണക്കിന് കിട്ടുന്നുണ്ട് ധനലക്ഷ്മിക്ക്. ഇനി ഇവളെ പറ്റി അനാവശ്യം പറഞ്ഞാല് നിന്റെ അണപ്പല്ലടിച്ച് തെറിപ്പിക്കുമെന്നും ചവിട്ടി നിന്റെ എല്ലൊടിക്കുമെന്നും ഒക്കെ അമ്മായിമാര് പറയുന്നത് കേട്ടിട്ടോ. ഓഹോ, അത്രയ്ക്കായോ? അങ്ങനെയാണെങ്കിലേ ഞാൻ തന്ന വള ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി സുലോചനയുടെ കയ്യിൽ കിടക്കുന്ന വള വലിച്ചൂരാൻ നോക്കുന്നുണ്ട്. അമ്മായിമാര് മൂന്നും മാക്സിമം എതിർത്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ധനലക്ഷ്മി വിടുന്ന ഭാവമില്ല, വള വലിച്ചൂരി എടുക്കാൻ തന്നെ ശ്രമിക്കുകയാണ്. എന്നാൽ അതിന്റെ ഇടയിൽ സുലോചന ഒന്ന് തട്ടുമ്പോ ധനലക്ഷ്മി ചെന്ന് വീഴുന്നുണ്ട് നിലത്തേക്ക്. നടുവും കുത്തി വീഴുന്നത് കൊണ്ട് തന്നെ നല്ല വേദന എടുക്കുന്നുണ്ട്. അയ്യോ എന്റെ കൈ ഒടിഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി ഉറക്ക കരയാണ്. ഈ തലതെറിച്ച നാശങ്ങൾ എന്റെ കൈ ഒടിച്ചല്ലോ ഭഗവാനെ, മനോജേട്ടാ വേഗം പോലീസിൽ വിളിക്കും.
മറുപടിക്ക് അയ്യോ എനിക്ക് വയ്യായേ എന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ. ഇതിനിടയിൽ അമ്മായിമാര് വേഗം അവിടുന്ന് തടി വരുന്നു. ഇതൊക്കെ കണ്ട് മനോജും ശ്രീനിയും കൺമണിയും ആകെ പേടിക്കുന്നുണ്ട്. പക്ഷെ ഗോകുലിന് ചിരിയാണ് വരുന്നത്. എന്നിട്ട് കൺമണിയോട് സ്വകാര്യമായിട്ട് പറയും, അപ്പയടിച്ചതിനെ അമ്മയ്ക്ക് കിട്ടിയ ശിക്ഷ കണ്ടോ. കൺമണി ധനലക്ഷ്മിയുടെ അടുത്ത് ചെന്നിരുന്നിട്ട് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും ധനലക്ഷ്മിക്ക് കൺമണിയോടുള്ള ദേഷ്യം അടങ്ങിയിട്ടില്ല. എല്ലാത്തിനും കാരണം നീയാണെന്നും നിന്നെ ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നും ഒക്കെ ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നുണ്ട്. എന്തായാലും ധനലക്ഷ്മി അവിടുന്ന് എണീപ്പിച്ച് മനോജ് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം ധനലക്ഷ്മിക്ക് ഇപ്പൊ സംഭവിച്ച അപകടത്തിനെ പറ്റി സംസാരിക്കുകയാണ്. അമ്മായിമാര് കയ്യും കുത്തിയല്ലേ വീണത്, അതും വലത് കൈയും. എന്തായാലും കൈ ഒടിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവൾ ഒരുപാട് പലിശ മേടിക്കുന്ന കൈയല്ലേ, അതാണ് ഇപ്പൊ പൊട്ടിയിരിക്കുന്നത്. അവൾക്ക് അങ്ങനെ തന്നെ കിട്ടണം എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അമ്മായിമാര്. പിന്നെ നമ്മളെ അവൾ എന്തായാലും വിടാൻ പോകുന്നില്ല. ഇപ്പൊ നേരെ അവൾ ആശുപത്രിയിലേക്ക് പോകും. പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് നമുക്കെതിരെ പരാതി കൊടുക്കും എന്നൊക്കെ ഭാമ പറയുന്നത് കേട്ടിട്ട്, അല്ല അത് പിന്നെ നമുക്കെന്ന് പറഞ്ഞാ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നല്ലേ അവളെ താഴെ ഇട്ടത്, അതിൽ ഞാൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് സുലോചന സ്വയം രക്ഷപ്പെടാൻ നോക്കുമ്പോ, നീ കണ്ണുപൊട്ടുന്ന കള്ളം ഇങ്ങനെ വിളിച്ചു പറയല്ലേ സുലോചനെ. ലക്ഷ്മിയുടെ വള തിരിച്ചു വേണോന്ന് അവള് പറഞ്ഞപ്പോഴേ നീയാണ് അവൾക്കെതിരെ ആദ്യം കൈപൊക്കിയത്. ഭാമ തള്ളിയിടുകയും ചെയ്തു. അതുകൊണ്ട് നീ 1-ാം പ്രതി, ഭാമ 2-ാം പ്രതി. കേസ് അങ്ങനെ വരൂന്ന് പറഞ്ഞ് ശാന്തയും അതിൽ നിന്ന് തടിയൂരാൻ ശ്രമിക്കുന്നു. എന്നാൽ സുലോചനയുടെയും ശാന്തയുടെയും മനസ്സിലിപ്പ് ഭാമയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപകടം വരുമെന്നായപ്പോ തൊഴുത്തിക്കുത്തും തുടങ്ങിയോ. എന്തായാലും കിട്ടിയ അവസരം വെച്ച് അവള് നമ്മളെ 3 പേരെയും അകത്താക്കും, നമ്മൾ 3 പേർക്കെതിരെ കേസും കൊടുക്കും എന്ന് പറയുകയാണ് ഭാമ. സുലോചന പറയുന്നുണ്ട്, നമ്മള് കൺമണിക്ക് വേണ്ടിയല്ലേ ഈ വഴക്കൊക്കെ ഉണ്ടാക്കിയത്, അപ്പൊ നമ്മളെ സഹായിക്കേണ്ടത് കൺമണിയുടെ ചുമതലയാ. അത് ശരിയാ, കൺമണിയുടെ കൂട്ടുകാരിയല്ലേ ഈ രജനി കണ്ണമ്മ. കൺമണിയെ വിളിക്കട്ടെ, നമ്മളെ ഈ കുഴപ്പത്തിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തട്ടെ. അങ്ങനെ അമ്മായിമാർക്ക് ഒടുവിൽ തോന്നുകയാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ വെറുതെ പോയതെന്നും കൺമണിയും ലക്ഷ്മിയും തമ്മിലുള്ള പ്രശ്നം അവര് തമ്മിൽ തീർക്കട്ടെ, ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നമ്മൾ ഒരുമിച്ച് തന്നെ നേരിടുമെന്നും അവര് തീരുമാനിക്കുകയാണ് 3 പേരും കൂടെ. നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് പേടി വരുന്നത്. നമ്മൾ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണ്. ധനലക്ഷ്മിയുടെ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് അവളായിട്ട് ചോദിച്ചു വാങ്ങിച്ചിട്ടുള്ളതാ. ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, നമുക്ക് വേഗം ഓഫീസിലോട്ട് പോകാം, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം, ഇവിടുന്ന് ഒരു രക്ഷപ്പെടലും ആവുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവര് വേഗം ഓഫീസിലോട്ട് പോകാനായി തുടങ്ങുന്നു. കൺമണിയാണെങ്കിൽ റൂമിൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ധനലക്ഷ്മി വഴക്കുണ്ടാക്കിയതും കൃഷ് അതിൽ ഇടപെട്ടപ്പോ കൃഷിനെ വഴക്ക് പറഞ്ഞതും എല്ലാം കൺമണിയെ നന്നായി വിഷമിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ വരുണിന്റെ കോളും വരുന്നുണ്ട്. പക്ഷെ കൺമണി കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് കൃഷിന്റെ കോളും വരുന്നുണ്ട്. പക്ഷെ കൃഷിന്റെ കോള് കാണുമ്പോഴത്തേക്കും കൺമണി അത് വേഗം എടുക്കുന്നു. കോൾ എടുക്കുന്നതും കൃഷ് ആദ്യം തന്നെ ചോദിക്കുന്നത് കൺമണി ഓക്കെ അല്ലേ എന്നാണ്. ഓക്കെ ആണെന്ന് തന്നെ പറയുന്നുണ്ട് കൺമണി. പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെന്നും കൺമണിയുടെ ഏട്ടത്തി പിന്നെയും വഴക്കുണ്ടാക്കാൻ വന്നോന്നൊക്കെ കൃഷി ചോദിക്കുമ്പോ ഇല്ലെന്നാണ് കേട്ടോ കൺമണി മറുപടി കൊടുക്കുന്നത്. തുടർന്ന് കൃഷി പറയുകയാണ്, എനിക്കെന്തോ വല്ലാത്ത മനപ്രയാസം തോന്നുന്നു, ഞാൻ കാരണമാണല്ലോ കൺമണിക്ക് അടി കിട്ടിയത്, സോറി കൺമണി, റിയലി സോറി. എന്നാൽ കൺമണി ചോദിക്കും, സാറെന്തിനാ സോറി പറയുന്നത്, ഇന്ന് നടന്നത് ഇവിടെ എന്നും നടക്കുന്ന കാര്യങ്ങളാ, ഇവിടെ ബലത്തിനൊരു കാരണം വേണം. ഇന്ന് ഓഫീസിൽ നിന്ന് താമസിച്ച് എത്തിയതാണ് കാരണമെങ്കിൽ നാളെ ഓഫീസിൽ പോകുന്നതിനായിരിക്കും വഴക്ക്. ഇതുപോലൊരു വീട്ടുവഴക്കിനിടയിൽ സാറിന് ഉൾപ്പെടേണ്ടി വന്നല്ലോ എന്നുള്ളൊരു വിഷമമാണ് എനിക്ക്. എന്തു ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് താനെന്ന് കൺമണി പറഞ്ഞപ്പോ അതേ അവസ്ഥയിൽ തന്നെയാണ് താനെന്നും എങ്ങോട്ട് പോകണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് താനെന്നും കൃഷി പറഞ്ഞപ്പോ അതിനെപ്പറ്റി സാറ് സംശയിക്കണ്ട, സാറ് നേരെ സാറിന്റെ വീട്ടിലേക്ക് തന്നെയാണ് പോകേണ്ടതെന്ന് കൺമണി പറഞ്ഞു കൊടുക്കുകയാണ് കൃഷിന്.